ഹലോ നമസ്കാരം, ഞാൻ ഷാബിൻ ജില്ലക്കാരൻ. എൻ്റെ കൂടെ വൈകിട്ട് നമ്മളിപ്പോൾ നിൽക്കുന്നത് വാഗമണിലാണ്. വാഗമണിൽ അഡ്വഞ്ചർ പാർക്ക് ഉണ്ട്, അവിടെ ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്. ആ ഗ്ലാസ് ബ്രിഡ്ജ് കാണാനായിട്ടാണ് ഞങ്ങൾ വന്നത്. തൊട്ട് താഴെയായിട്ട് നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ പറ്റും. ഇവിടെ ഗ്ലാസ് ബ്രിഡ്ജ് മാത്രമല്ല, ഒരുപാട് അഡ്വഞ്ചർ ആക്ടിവിറ്റീസും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ വളരെ മനോഹരമായ ഒരു സീനറിയാണ് കാണാൻ പറ്റും. ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്, ബ്യൂട്ടിഫുൾ ലാൻഡ്സ്കേപ്പൊക്കെയാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ നമുക്ക് കാണാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ തേക്കടിയിലെ ബോട്ടിംഗ് വരെയുള്ള കാഴ്ചകളൊക്കെയാണ് നമ്മൾ കണ്ടത്. വാഗമണിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ ക്രൗൺ വാലി റിസോർട്ടിൽ തിരിച്ചെത്തിയതും അതുപോലെ തന്നെ നമ്മുടെ വാഗമണിലേക്കുള്ള യാത്രയൊക്കെ ആദ്യം ഒന്ന് കാണാം. ഔട്ടിംഗ് എല്ലാം കഴിഞ്ഞ് ക്രൗൺ വാലി റിസോർട്ടിലേക്ക് നമ്മൾ തിരിച്ചെത്തിയതിന് ശേഷം രാത്രി ഡിന്നർ കഴിക്കാൻ റൂഫ് ടോപ്പ് റെസ്റ്റോറൻറ്റിൽ എത്തിയിരിക്കുകയാണ്. 2 തരത്തിലുള്ള സൂപ്പുകളാണ് ആദ്യം ഇരിക്കുന്നത്. ചിക്കൻ പായ സൂപ്പ്, ടൊമാറ്റോ സൂപ്പ്, പിന്നെ കോഴി ഉലർത്തിയതുണ്ട്, ഹണി ചില്ലി പൊട്ടറ്റോ, പിന്നെ നമ്മുടെ ചപ്പാത്തി ഉണ്ട്, അതുപോലെ തന്നെ പൊറോട്ടയുണ്ട്. പൊറോട്ട കണ്ടിട്ടൊന്നും വലിയ ജീവനൊന്നും ഇല്ല പൊറോട്ടയ്ക്ക്. പിന്നെ ഫ്രൈഡ് റൈസ് ഉണ്ട്. ആദ്യം ഞാൻ ഇത് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് എന്ന് വിചാരിച്ച്, ആക്ച്വലി ഇത് മിക്സഡ് ഫ്രൈഡ് റൈസ് ആയിരുന്നു. പിന്നെ പ്ലെയിൻ റൈസ് ഉണ്ട്, അതുപോലെ തന്നെ ഗീ റൈസും ഉണ്ട്. പിന്നെ ഇതായി ഇരിക്കുന്നത് നമ്മുടെ നോർത്ത് ഇന്ത്യൻ ഐറ്റമാണ് ദാൽ കറി. അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യൻ മറ്റൊരു ഐറ്റം കടായി സബ്ജി. പിന്നെ നമ്മുടെ വേറൊരു ഐറ്റം ഉണ്ട് പനീർ, നമ്മുടെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ തന്നെ ഉള്ള ഒരു പനീർ കറി. പിന്നെ നമ്മുടെ ഗോവൻ സ്റ്റൈലിലുള്ള മുർഗ് വെന്താലും ഉണ്ട്. പിന്നെ നമ്മുടെ മാംഗോ ഫിഷ് കറി, കേരള സ്റ്റൈലിലൊക്കെ ഉള്ള മാങ്ങ ഇട്ട ഒരു കറിയാണ്. അതിൽ നിന്ന് മാങ്ങ നോക്കി നമ്മുടെ ചേച്ചി ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. പിന്നെ നമ്മുടെ പായസം ഉണ്ട്, നെയ് പായസം കേട്ടോ, നല്ല ടേസ്റ്റുള്ള നെയ് പായസമായിരുന്നു. തേങ്ങാക്കൊത്തൊക്കെ ഇങ്ങനെ വറുത്തിട്ടുണ്ട്, അടിപൊളി ഒരു ഐറ്റമായിരുന്നു. പിന്നെ പലതരത്തിലുള്ള ഫ്രൂട്ട്സുകൾ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പപ്പടമുണ്ട്. പിന്നെ പല വെജിറ്റബിൾസ് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. പാസ്തയും ഉണ്ട് കേട്ടോ, അതിൻ്റെ കൂട്ടത്തിൽ പാസ്തയും വെച്ചിട്ടുണ്ട്. ഇങ്ങനെ മൊത്തത്തിൽ റിച്ച് ആയിട്ടുള്ള ഒരു ബഫേ തന്നെയായിരുന്നു. ഇവിടെയുള്ള ഡിഷിന്ന് എല്ലാം തന്നെ കുറേശ്ശെ ഞാൻ എൻ്റെ പ്ലേറ്റിലേക്ക് എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കി. എല്ലാ ഡിഷും നല്ല രുചി തന്നെയായിരുന്നു. ഒരു ഡിഷും എന്നെ നിരുത്സാഹപ്പെടുത്തിയില്ല. പായസം പോലെ 1-2 ഐറ്റംസ് എല്ലാം നല്ല രുചി തന്നെയായിരുന്നു. മൊത്തത്തിൽ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബഫേ തന്നെയാണ് ക്രൗൺ വാലി റിസോർട്ട് ഡിന്നറിന് സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഡിന്നറെല്ലാം കഴിഞ്ഞ് സുഖമായിട്ട് നമ്മൾ പോയി കിടന്നുറങ്ങി. രാവിലെ എണീറ്റ് ഇവിടുത്തെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് ചെക്കൗട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. 2 ദിവസത്തെ നമ്മുടെ തേക്കടി യാത്രയെല്ലാം അവസാനിപ്പിച്ച് ക്രൗൺ വാലി റിസോർട്ടിൽ നിന്ന് ചെക്കൗട്ട് ചെയ്ത് നമ്മളിപ്പോൾ നമ്മുടെ വാഗമണിലേക്കുള്ള യാത്ര തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കുമളി ടൗണിലാണ്. ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ കമ്പന്തേനി ഭാഗത്തോട്ട് പോകാം. ആ കാണുന്നത് ചെക്ക് പോസ്റ്റാണ്. അത് കഴിഞ്ഞാൽ പിന്നെ തമിഴ്നാടിൻ്റെ ഭാഗങ്ങളാണ്. കുമളി ടൗണിൽ നിന്ന് വാഗമണിലേക്ക് പോകാനായി ആദ്യം കുട്ടിക്കാനത്ത് എത്തുക. അവിടെ നിന്ന് റൈറ്റ് ടേൺ ചെയ്ത് പോവുകയാണ് വേണ്ടത്. ഇപ്പോൾ നമ്മൾ കുട്ടിക്കാനം എല്ലാം കഴിഞ്ഞ് വാഗമണിലേക്കുള്ള നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേരുന്നതിനെക്കാട്ടിയും പ്രാധാന്യമായിട്ട് ഞാൻ കാണുന്നത് ആ ഡെസ്റ്റിനേഷനിലേക്കുള്ള നമ്മുടെ യാത്രയാണ്. ഈ വാഗമണിലേക്കുള്ള യാത്ര ഭയങ്കര വ്യത്യസ്തമായ കാഴ്ചകളൊക്കെയാണ് സമ്മാനിക്കുന്നത്. ഇവിടെയും തേയിലത്തോട്ടങ്ങളും മറ്റുമൊക്കെയാണ് കാണുന്നതെങ്കിലും തേക്കടിയിലേക്ക് പോകുന്ന യാത്രയിൽ നമ്മൾ കണ്ട തേയിലത്തോട്ടങ്ങളുടെ ആ ഒരു കാഴ്ചകളൊന്നുമല്ല, വളരെ വ്യത്യസ്തമാർന്ന കുറച്ച് കാഴ്ചകളൊക്കെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. യാത്രയിൽ ഒരു ഡെസ്റ്റിനേഷൻ എത്തുന്നതിനെക്കാട്ടിയും എന്നെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യുകയും ത്രില്ലടിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഈ യാത്രയിലൂടെ നമ്മൾ കണ്ടുപോകുന്ന ഈ തരത്തിലുള്ള കാഴ്ചകളൊക്കെ തന്നെയാണ്. വളരെ മനോഹരമായ ഒരു യാത്ര തന്നെയാണ് വാഗമണിലേക്കുള്ളത്. അപ്പോൾ കുറച്ച് നേരം നമുക്ക് ഈ വാഗമണിലേക്ക് എത്തുന്നവരെയുള്ള കുറേ കാഴ്ചകളൊക്കെ കാണാം. മനോഹരമായ കാഴ്ചകളെല്ലാം കണ്ട് കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഏലപ്പാറയിലാണ്. ഏലപ്പാറ എന്ന് പറയുന്നത് അത്യാവശ്യം വലിയ ഒരു ടൗൺ തന്നെയാണ്. ഏലപ്പാറയിൽ നിന്ന് ലെഫ്റ്റ് ടേൺ ചെയ്താണ് നമുക്ക് വാഗമണിലേക്ക് പോകാനുള്ളത്. ഏലപ്പാറ നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇടുക്കി ഡാം, മൂന്നാർ എല്ലാം പോകുന്ന റൂട്ടാണ്. അപ്പോൾ നമ്മുടെ ഏലപ്പാറയിൽ നിന്ന് ലെഫ്റ്റ് ടേണായി നമ്മൾ വാഗമണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വാഗമണിലേക്ക് പോകുന്ന ഈ റോഡിനെ പറ്റി പറയുകയാണെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ പുതിയ റോഡാണ്, വീതി കുറവാണ്. നമ്മൾ മൂന്നാറിലൂടെയൊക്കെ പോകുന്ന ഒരു ഫീല് തന്നെയാണ്. പക്ഷെ വേറൊരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോഡ് കാണുന്ന കണക്കല്ല, നല്ല സ്മൂത്തൊന്നുമല്ല, അത്യാവശ്യം കുലുങ്ങി എല്ലാമാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും രസകരമായ കാഴ്ചകളെ കണ്ടുള്ള ഒരു നല്ല യാത്ര തന്നെയാണ്.
വാഗമണിലെ ഫേമസ് ആയിട്ടുള്ള ഒരു തീർത്ഥാടന കേന്ദ്രമായ കുരിശുമലയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി നമ്മൾ വഴിതെറ്റി ഇവിടെ എത്തിച്ചേർന്നതാണ്. നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജ് എല്ലാം വളരെ പിന്നിലാണ്. ഇവിടെ നിന്ന് നമ്മൾ വഴിയെല്ലാം ചോദിച്ച് മനസ്സിലാക്കി മെയിൻ റോഡിൽ നിന്ന് ഈ ഒരു ചെറിയ വഴിയിലൂടെ ഇവരുടെ കാർ പാർക്കിങ്ങിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവരുടെ ഒരു മെയിൻ എൻട്രൻസ് ഉണ്ട്, അവിടെ പണി നടക്കുന്നതിനാലാണ് നമുക്ക് വഴിയെല്ലാം തെറ്റിപ്പോയത്. അതിൻ്റെ ബോർഡും കാര്യങ്ങളൊന്നും കാണാൻ കഴിഞ്ഞില്ല. അപ്പോൾ നമ്മുടെ ഈ കാർ പാർക്കിങ്ങിലാണെങ്കിൽ ഈ ടൂറിസ്റ്റുകൾക്ക് അത്യാവശ്യം ഫെസിലിറ്റി എല്ലാം അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്ന് കുറേ ദൂരം നടന്ന് വേണം നമുക്ക് ഈ ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറിലേക്ക് പോകാനുള്ളത്. അപ്പം നമുക്ക് ഈ വഴിയിലൂടെയൊക്കെ നടന്ന് അവിടത്തേക്ക് പോവാം. ഗ്ലാസ് ബ്രിഡ്ജ് കാണാനായിട്ടും അതുപോലെ തന്നെ ഇവിടെയുള്ള വ്യത്യസ്തമായ അഡ്വഞ്ചർ ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കാനായിട്ട് ഒരുപാട് ആൾക്കാരുടെ തിരക്ക് തന്നെയാണ്. നമ്മൾ ഈ പോകുന്ന വഴിയുടെ സൈഡിലായിട്ട് താഴെ നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ വലിയൊരു വാച്ച് ടവർ കാണാൻ കഴിയുന്നുണ്ട്. വ്യത്യസ്തമായ ഒരുപാട് ആക്ടിവിറ്റീസ് ഉള്ള ഒരു പാർക്ക് തന്നെയാണിത്. ഞങ്ങളിവിടെ വരുന്ന സമയത്ത് ഇവിടെ ഇത്രയും ആക്ടിവിറ്റീസ് ഉണ്ടെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. അതാ കണ്ടോ എന്തെല്ലാം ഐറ്റംസ്, എന്നിട്ടൊക്കെ പേര് പോലും മനസ്സിലാവുന്നില്ല. കുറേ സ്റ്റിക്കുകളിലൊക്കെ വെച്ചിട്ട് പലതരത്തിലുള്ള എലാസ്റ്റിക് റോപ്സൊക്കെ വെച്ച് അതിൽ ജമ്പ് ചെയ്യുന്നുണ്ട്. കുറേ പിള്ളേർ വേറെ സ്ഥലത്ത് നിന്ന് തൂങ്ങിക്കിടന്ന് എങ്ങോട്ടൊക്കെയാണ് പോകുന്നത്. ഇവിടെ കണ്ടോ സ്കൈ സൈക്ലിങ്, സ്കൈ റോളർ, ഫ്രീ ഫാള്, ഒന്നും പറയണ്ട. ഞങ്ങളിവിടെ വന്നപ്പോഴത്തേക്ക് ഞങ്ങളെ മനസ്സിൽ ഈ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറുക എന്ന് പറയുന്ന ഒരൊറ്റ ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ വന്നതുപോലെ തന്നെ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാനുള്ള ടിക്കറ്റ് കൊടുത്ത് ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പോവുകയാണ്. ഗ്ലാസ് ബ്രിഡ്ജിനോട് ചേർന്ന് തന്നെ ജെയിൻ സ്വിംഗ് എന്നും പറഞ്ഞ് നല്ല ഉയരത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു ഊഞ്ഞാലുണ്ട്. ഇടുക്കി ഡാമിൻ്റെ വ്യൂ പോയിന്റിൽ ഇതിൻ്റെ ഒരു മിനിയേച്ചർ ഫോം നമ്മൾ കണ്ടിരുന്നു. വളരെ സ്കെറി ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും അതിൽ കയറുക എന്നുള്ളത്. മറ്റൊരു കാര്യം എനിക്ക് തോന്നിയത് ഈ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് പോകാനായി ഒരു ഇൻ്റർലോക്കിൻ്റെ വഴിയുണ്ട്. അത് കറങ്ങി ചുറ്റിയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാരും ഈ ചരൽ നിറഞ്ഞ പ്രദേശത്തൂടെ ഷോർട്ട് കട്ടായിട്ടാണ് ഇവിടേക്ക് വരുന്നത്. പലരും വീഴുന്ന കാഴ്ചയെ കാണാൻ കഴിഞ്ഞു. അതൊന്ന് ബെറ്റർ ആക്കിയിരുന്നെങ്കിൽ നന്നായിരുന്നു തോന്നി. പിന്നെ നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജിനടുത്താണെങ്കിൽ ക്യൂ നിൽക്കാനായിട്ട് ഒരു വെയിറ്റിംഗ് ഷെഡെല്ലാം അവർ ക്രമീകരിച്ചിട്ടുണ്ട്. നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജ് കയറാനുള്ള ടൈം തന്നിരിക്കുന്നത് 12:50. അപ്പോൾ ഇവിടെ കൂടുതൽ തിരക്കില്ല, അതുകൊണ്ട് ലൈനിൽ നിൽക്കാന്ന് പറഞ്ഞാൽ ക്യൂവിൽ നില്ല്, പറ്റുമെങ്കിൽ നേരത്തെ കയറ്റിവിടാന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മളിങ്ങനെ ക്യൂവിൽ നിൽക്കുകയാണ്. ഗ്ലാസ് ബ്രിഡ്ജിന് അടുത്ത് വന്നപ്പോൾ ആദ്യം ഞാൻ ശ്രദ്ധിച്ചത് ഇതിൻ്റെ സേഫ്റ്റിയെ പറ്റിയാണ്. സ്റ്റീൽ സ്ട്രക്ചറിൽ ഉരുക്കുവടങ്ങളിൽ നന്നായി ബലപ്പെടുത്തിയിരിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത്. നമുക്ക് മുന്നേ വന്ന ആൾക്കാരാണ് ഇപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജിൽ നിൽക്കുന്നത്. അവരിറങ്ങിയതിന് ശേഷമാണ് നമ്മുടെ ഊഴം വരുന്നത്. നമ്മളിപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജ് കയറാനുള്ള ക്യൂവിൽ നിൽക്കുകയാണ്. ആക്ച്വലി ഷൂവും സോക്സും എല്ലാം ഊരി വെച്ചിട്ട് വേണം നമ്മളിവിടെ നിൽക്കാനുള്ളത്. ഇപ്പോൾ ഏകദേശം 12 മണിയായിട്ടുണ്ട്, നല്ല ചൂടുണ്ട്. ഇനി ഗ്ലാസ്സിലോട്ട് പോകുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പം ഞങ്ങളിങ്ങനെ ഗ്ലാസ് ബ്രിഡ്ജിലോട്ട് കയറാൻ പോവുകയാണ്. ഇറ്റ്സ് ബെറ്റർ. പുറത്ത് വന്നപ്പോൾ നല്ല ചൂടുണ്ടായിരുന്നെങ്കിലും ഗ്ലാസ്സിൽ വലിയ ചൂട് ഫീൽ ചെയ്യുന്നില്ല. ഇപ്പം നമുക്ക് കൂടുതൽ ഹൈറ്റ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് കൂടുതൽ ഡീപ്പ് ആയിട്ട് ഫീൽ ചെയ്യും. ബ്യൂട്ടിഫുൾ സീനറി ആണ് ചുറ്റും. അവിടെ എവിടെന്നോ ഒരു പുക ഇങ്ങനെ പോകുന്നുണ്ട്. എന്ത് സംഭവമാണെന്ന് അറിയാമോ? ഐ ആം റിയലി സ്കേർഡ്, but I'm not showing it. Oh my god. Actually, you're fine. It's calm. Are shaken. അതൊക്കെ ഷേക്ക് ആവും. സി വൈകൊക്കെ ഇവിടെ ജമ്പ് ചെയ്ത് കളിക്കുന്നു. വൈക you're going to break it? ആക്ച്വലി ഡൗൺ ഏകദേശം ഒരു 100 ഫീറ്റ് കൂടുതൽ ഡീപ്പാണ്. ഇവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ ഒറ്റയടിക്ക് തല കറങ്ങുന്ന ഒരു ഫീലൊക്കെ വരുന്നുണ്ട്. എന്നാലും കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് ആൾക്കാരൊക്കെ നിൽക്കുന്നതുകൊണ്ട് ഭയങ്കര ധൈര്യമുള്ളവരൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. നല്ല പേടി വരുന്നുണ്ട് കേട്ടോ. ആൾക്കാർ മൂവ് ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ ചെറുതായിട്ട് ഷേക്കൊക്കെ ആവുന്നുണ്ട്. അപ്പം നമുക്ക് കൂടുതൽ പേടിയാവും. വെരി ഇൻട്രസ്റ്റിംഗ് ആണ്, റിയലി അഡ്വഞ്ചറസ് എന്ന് പറയാൻ പറ്റും. കൊച്ചു പിള്ളേരൊക്കെ ഈസി ആയിട്ട് കടന്നു വന്നു. ചില വലിയ ആൾക്കാർ ഒന്ന് പേടിച്ചുകൂടെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ എഡ്ജിലോട്ട് പോവുകയാണ്. ഈ എഡ്ജിൽ വരുമ്പോൾ നന്നായിട്ട് ഷേക്ക് ആവുന്നുണ്ട്. ബ്യൂട്ടിഫുൾ സീനറിയാണ്. പക്ഷേ ഈ ഗ്ലാസ് ബ്രിഡ്ജിൽ വന്ന സീനറിക്ക് വേണ്ടി മാത്രമല്ല, താഴോട്ടൊന്ന് നോക്കിയേ. Oh, it's really deep. Oh my lord, why am I looking at that? Why are you looking at it? It's not that bad. See, it was. I mean, you can see the natural bars. നീ വന്നാണ് എന്നെ നോക്കി വന്നാണ്. അത്രേ ഉള്ളൂ. സോ സിമ്പിൾ. രോഹിത്
ചേച്ചി വരുന്നുണ്ട്. ഓ മൈ ഗോഡ്. It's not that bad. ഒന്നും പേടിക്കണ്ട, താൻ ഇവിടെ എത്തിയ ശേഷം മാത്രമേ താഴെ പോകും. എന്തിനു പേടിക്കുന്നു? Hey, Auntie Dede. താഴോട്ട് നോക്ക്, താഴോട്ട് നോക്കണേ. ബ്രിഡ്ജിൽ ഒരു ബാച്ചിന് ഏകദേശം 5 മിനിറ്റ് ടൈമാണ് അവർ അലോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫോട്ടോയിൽ അടുത്ത് വന്നപ്പോൾ 5 മിനിറ്റായി അവർ നമ്മളടുത്ത് ഇറങ്ങാൻ പറഞ്ഞിരിക്കുകയാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നേരെ നോക്കി നടക്കുകയാണെങ്കിൽ കൂടുതൽ പേടിയൊന്നും തോന്നില്ല, പക്ഷെ താഴോട്ട് നോക്കുമ്പോൾ ശരിക്കും പേടിയാവുക തന്നെ ചെയ്യും. ഒരുപാട് ആൾക്കാർ അടുത്ത സെറ്റിങ്ങിനെ റെഡി ആയിക്കൊണ്ട് ഇതിലോട്ട് കയറാനായിട്ട്. അങ്ങനെ വാഗമണ്ണിൽ വന്ന് വാഗമണ്ണിലെ അഡ്വഞ്ചർ പാർക്കിൽ വന്നു. നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജ് കയറി. അതൊരു കിടില എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഈ വാഗമണ്ണിലെ ഈ അഡ്വഞ്ചർ പാർക്ക് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആക്ടിവിറ്റീസ് ഉള്ള ഒരു സ്ഥലമാണ്. വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ ഈ തേക്കടി ട്രിപ്പിൽ നമ്മൾ തേക്കടിയിൽ കുറേ വീഡിയോസ് ചെയ്തു, അതിനുശേഷം വാഗമൺ ചെയ്തു. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ടായിരിക്കും നമ്മൾ വരുന്നത്. ഈ ട്രിപ്പ് നമ്മളിനി നേരെ വീട്ടിലോട്ട് പോകാൻ പോവുകയാണ്. അപ്പോൾ ഒരു പുതിയ വീഡിയോ കാണാം. അപ്പോൾ നമ്മുടെ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഉറപ്പായി നമ്മൾ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു പുതിയ വീഡിയോ കാണാം. ഷാപിച്ചിട്ടില്ല കടൻ സൈനിങ് ഓഫ്.